സുഹൃത്തുക്കളെ, അങ്ങനെ ആളെ കൊല്ലിയായിട്ടുള്ള ആ കടുവ ചത്തു അല്ലെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മരിച്ചു, പലതും പറയാൻ കേട്ടോ. ഇന്ന് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ കുറെ ആലോചിച്ചു, എങ്ങനെയാണ് ഈ കടുവ ചത്തുപോയെ? സ്വാഭാവികമായിട്ട് ഒരാളെ കൊന്നതിന്റെ വിഷമത്തില് ഇനി ഇങ്ങോട്ട് ചത്തു കളയാം എന്ന് വിചാരിച്ചിട്ട് ആ കടുവ ഇങ്ങനെ ആത്മഹത്യ ചെയ്താണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി. എന്തായാലും വാർത്ത എങ്ങനെയാണ്, കടുവയുടെ മരണത്തിന് കാരണം കഴുത്തിലെ വലിയ മുറിവുകൾ എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, കഴുത്തില് വലിയ മുറിവുകൾ ഉണ്ട് എന്നാണ്. എന്താ ഈ കടുവയെ ഇതിനെ ഫോളോ ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ് ആദ്യം കിട്ടിയ ഒരു രസകരമായ വാർത്ത. ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു നാട്ടുകാരൻ പറയുന്നതാണ്, കേട്ടോ. ചത്ത നിലയിൽ കണ്ടെത്തിയതാണെങ്കിലും കൊന്നതാണെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആശങ്ക അകന്നിരിക്കുകയാണ്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതില് തുടക്കത്തിൽ പറയും ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആശങ്ക തീർച്ചയായും കേട്ടോ. എന്റെ നാട്ടിലങ്ങ് എടപ്പാൾ ഭാഗത്ത് കടുവ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ രാത്രി നേരത്തെ കാലത്ത് വീട്ടിൽ കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പേടി, കറണ്ട് പോയപ്പോൾ പോലും പുറത്തു പോയിട്ട് ആ ഫ്യൂസ് ഒന്ന് കെട്ടാൻ പോലും വലിയ ഭയം ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു പ്രദേശത്ത് ഒരു സ്ത്രീയെ കടിച്ചു കൊണ്ടുപോയി കൊന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരാള് പോലും പിന്നെ അവിടെ ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ ഒരു പ്രദേശത്തിന്റെ ആശങ്ക എങ്ങനെയെങ്കിലും തീർക്കുക എന്നത് മാത്രമാണ് ഒരു ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഇതിലൊരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾക്കുള്ള വലിയ സംശയം, അല്ല എങ്ങനെ ഈ കടുവ ചത്തേ, ആരാണ് വെടിവെച്ച്, ആരല്ലെങ്കിൽ ആ കടുവയെ പിന്നാലെ പോയിട്ട് കഴുത്തിന് വെട്ടി എന്നൊക്കെ പല സംശയമുണ്ട്. കാതലായിട്ട് നാട്ടുകാരൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം ആ സ്ത്രീയെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി കൊണ്ടെങ്ങനെ കുത്തേറ്റിട്ടുണ്ടോ കടുവയ്ക്ക് എന്നൊരു സംശയം ഉണ്ട്. ഇനി നാട്ടുകാരെങ്ങാൻ പോയിട്ട് കൊന്നതാണോ? ഇനി അതുമല്ല, ഫോറസ്റ്റുകാരെന്നെ രാത്രി ഇതിനൊക്കെ കണ്ടെത്തി പിടിച്ച് വെടിവെച്ചിട്ടോ വെട്ടിയോ കൊന്നിട്ടതാണോ? ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഫോറസ്റ്റുകാരെന്നെ തീർത്തതാ എന്നുള്ളതാണ്. കാരണം അതിന് ആവശ്യമുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം, അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം, അത് നമ്മളായിട്ട് വെടിവെച്ച് കൊന്നുവെങ്കിൽ ഒരു കടുവയെ കൊന്നു എന്ന രീതിയിൽ മഹത്തായ ഇന്ത്യയിൽ ഗംഭീര വാർത്തയായിരിക്കും. BJPയുടെ ഒരു മൃഗസ്നേഹിയായിട്ടുള്ള മേനക എന്ന് പറയുന്ന ആള് നമ്മുടെ കേരളത്തിനെതിരെ തിരിയും. പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു പാവം കടുവയെ കൊന്നു കളഞ്ഞിരിക്കുന്നു പറയും. ഇവിടെ മനുഷ്യന്മാർക്ക് നേരം ജീവിക്കാൻ പറ്റുന്ന കാര്യം അവർ ആയം അന്വേഷിക്കില്ല. ആമ 24 മണിക്കൂർ കാറിലല്ല അങ്ങോട്ടും ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രദേശത്ത് ഒരു കടുവയെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് വലിയ വിഷമാണ്. നായ്ക്കളൊക്കെ ഈ പാവം പെൺകുട്ടികൾ, ഈ ആൺകുട്ടികളും ഈ പാവം കുട്ടികളെ പിന്നാലൊക്കെ പോയിട്ട് കടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അപ്പോഴും ഈ പട്ടികളൊന്നും കൊല്ലാൻ പാടില്ല. നാട്ടുകാർ വിഷം കൊടുത്ത് വെച്ച് കൊല്ലും, വേറെ കാര്യം. പക്ഷേ അതിനൊന്ന് കൊല്ലുന്നതൊക്കെ ഭയങ്കര. ഇനിയിപ്പോ ഗവൺമെന്റിനൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കൊല്ലാൻ തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങും ആ മൃഗസ്നേഹി. ഈ കടുവയെങ്ങാൻ ഗവൺമെന്റ് വെടിവെച്ച് കൊന്നതാണ് എങ്കിൽ എന്തായിരിക്കും പിറ്റേ ദിവസം വരുന്ന വാർത്ത എന്ന് ആലോചിച്ച് നോക്കി. ഒരു പാവം കടുവേനെ വെടിവെച്ച് കൊന്നു. അത് വൃത്തികെട്ട ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതും CPM ഭരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മൃഗങ്ങളൊക്കെ നിരന്തരം വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഒരു പാവം ആനയെ ബോംബ് വെച്ച് കൊന്നു. ഇങ്ങനെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. എന്തായാലും വാർത്തകളോട് പോകുമ്പോൾ നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. സ്കിപ്പ് ചെയ്യാത്തതും കാണാൻ ശ്രമിക്കുക. ചത്ത നിലയിൽ കണ്ടെത്തിയതാണെങ്കിലും കൊന്നതാണെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആശങ്ക അകന്നിരിക്കും. പോലീസ് പറഞ്ഞു നോക്കണേ, ഫോറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ID പ്രൂവ് ചെയ്ത് സെയിം ടൈഗറായിട്ട് യങ് ആനിമലാണ്. അധികം പ്രായമില്ല, 7 years old. ആ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി. ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുള്ള ഇമേജ് നമുക്ക് ലഭിച്ചു. ഇത് ആ കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. ആ ഇമേജ് ഇപ്പൊ നമ്മൾ ഇവിടെ ID ചെയ്യാണ്. ആ ഇമേജുമായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കടുവ അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഉള്ളത്. ആ സെയിം ലൈൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് വന്നത് അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പരിശോധിച്ചതിൽ നിന്നും 24-ാം തീയതി അക്രമം ഉണ്ടാക്കിയ അതേ കടുവ തന്നെയാണ് നമുക്കിപ്പോ ഡെഡ് ആയിട്ട് കിട്ടിയെന്ന് ഉറപ്പായിട്ടുള്ളതാണ്. എന്തായാലും ഇത് ഇങ്ങനെയാണ് അവർക്ക് വാർത്ത കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതേ സമയം തന്നെ ഈ കടുവയെ ഒരു വീടിന്റെ സൈഡിലാണ് കണ്ടെത്തിയത്. ഒരു 10 മീറ്റർ ദൂരെയാണ് കണ്ടെത്തിയത്. ആ വീട്ടുകാരോട് ഫോറസ്റ്റുകാർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കണേ.
ഈ പിലാക്കാവിൽ നിന്ന് പഞ്ചാരക്കൊല്ലിക്ക് പോകുന്ന വഴിയിൽ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് കടുവയെ ഇന്ന് വനം വകുപ്പ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. വനം വകുപ്പ് എത്തിയത് വേർപ്പെട്ട 6 മണിക്ക്. ഇന്നലെ 2:30 മണി മുതൽ അവർ മൊത്തം സ്ഥലം സ്പോട്ട് ചെയ്തിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീടിന്റെ തൊട്ടിപ്പുറത്ത് 10 മീറ്റർ പോലും നീളമില്ലല്ലോ ഇങ്ങോട്ടേക്ക്. ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാ. ഫോറസ്റ്റുകാർ രാവിലെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ ഞാൻ ലൊക്കേറ്റ് ചെയ്തോന്ന് ചോദിച്ചു. അപ്പൊ അവരൊന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരോടും പറയരുത്, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം കഥ പറഞ്ഞു. നിങ്ങൾ കണ്ടോ ഇവിടുന്ന്? ഇല്ല, കണ്ടില്ല. അവരിങ്ങോട്ട് നമ്മളടുത്ത് വീഡിയോ ചെയ്യരുത്, ആരോടും പറയരുത്. അതിനനുസരിച്ച് തന്നെ നിന്നു. അവരോട് സഹകരിച്ചു നിന്നു. ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുന്നതാണോ? അല്ല, കാട്ടുപോത്ത് പന്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അത് നമുക്ക് ഇതുവരെ അങ്ങനെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ആനയൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ഇതാദ്യമായിട്ടാണ് കടുവ. കടുവ ഈ മേഖലയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പേടി എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക്? പേടിയുണ്ട്. പേടിയിട്ട് നമ്മൾ പിള്ളേർ വരെ പുറത്തോട്ടില്ല. പിള്ളേർ ഈ ചുറ്റും ഓടി നടക്കുന്നതാണ്. അതാണ് പിള്ളേർ വരെ നമ്മൾ പുറത്തോടില്ലായിരുന്നു. ഈ വടിയും കുത്തി നിൽക്കുന്ന സ്ഥലത്താണ് കടുവ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സ്ഥലത്ത് നിന്നായിരുന്നു ഡോക്ടർ അരുൺ സക്രിയും അതോടൊപ്പം തന്നെ വെറ്റിനറി ടീമും. എന്തായാലും 6 മണിക്ക് എങ്ങാണ്ട് ഈ കൃത്യമായ സ്ഥലത്തുണ്ടെന്ന് അവര് നോട്ട് ചെയ്യുന്നു. ആ വീട്ടുകാരൻ വിളിച്ച് പറയുന്നു തൊട്ടടുത്തുണ്ട്, ഇറങ്ങരുതെന്നൊക്കെ പറയുന്നു, ആരോടും പറയരുതെന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടത് ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞേ? എന്തൊക്കെയായാലും കടുവ ചത്തു, കൊന്നു, എങ്ങനെയോ മരണപ്പെട്ടു. ആ നാട്ടുകാർക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടായിരിക്കും. എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. നമ്മളെ മനുഷ്യർ ഉപദ്രവിക്കാൻ വരുന്ന മൃഗങ്ങളെ തീർത്ത് കളയേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും പറ്റില്ല. ബൈ.